ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി സീൻ ബൈ സീൻ ത്രില്ലിങ്ങും അതേപോലെ അടുത്തത് എന്താ എന്നിങ്ങനെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഇപ്പോൾ 2026 റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത സംഭവം അധ്യായം 1 എന്ന മൂവിയാണ്. ഒരു കാടിനുള്ളിൽ പെട്ടുപോകുന്ന കുറച്ചു ആൾക്കാർ, അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാനേ സാധിക്കുന്നില്ല. ഒരു ടൈം ലൂപ്പിലാണ് അവർ പെട്ടുകിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. അപ്പോൾ മൂവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വരൂ മൂവിയിലേക്ക് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 1960 കാലഘട്ടമാണ്. ഒരു മദാമ തന്റെ ആൾക്കാരെയും കൂട്ടി കാട്ടിലേക്ക് വരുന്നു. ആ ആൾക്കാരുടെ കയ്യിൽ 2 ബോഡി ഉണ്ടായിരുന്നു. തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ നിലയിലായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത്. ഒന്ന് ഈ മദാമയെ കല്യാണം കഴിച്ച ഒരു പയ്യന്റെയും രണ്ടാമത്തേത് ആ പയ്യനുമായിട്ട് ബന്ധമുള്ള അവിടുത്തെ എസ്റ്റേറ്റിലെ ഒരു പെൺകുട്ടിയുടെയും ബോഡിയായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം മദാമ അറിഞ്ഞതോടുകൂടി മദാമ ഇവരെ 2 പേരെയും കൊലപ്പെടുത്തി. മരണശേഷവും ഇവർ ഒരുമിച്ച് മണ്ണിനടിയിൽ കിടക്കണ്ട എന്ന് കരുതിയിട്ട് മദാമ തന്റെ ആൾക്കാരോട് പറയുന്നുണ്ട്, ആ പെണ്ണിന്റെ ബോഡിയുമായിട്ട് എന്റെ പിന്നാലെ വരാൻ. എന്നിട്ട് ഒരു ചതുപ്പിലേക്ക് ആ പെൺകുട്ടിയുടെ ബോഡി ഇട്ടു. അതേസമയം ഈ മദാമയുടെ ഹസ്ബൻഡ് ആയിരുന്ന ചെക്കന്റെ ബോഡി അവിടെ തന്നെ കിടക്കുകയായിരുന്നു. എന്നാൽ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ വന്നു നോക്കുമ്പോഴേക്കും അവൻ ആ തുണിയുടെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. മദാമയേക്കാൾ വയസ്സിൽ ഒരുപാട് ഇളയതായിരുന്നു ഈ ഒരു പയ്യൻ. ജെയിംസ് എന്നായിരുന്നു അവന്റെ പേര്. ആ കാട്ടിൽ നിന്നും ജെയിംസിനെ രക്ഷപ്പെട്ടു പോകാൻ മദാമ അനുവദിച്ചില്ല. ജെയിംസ്, നീ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ കാട്ടിലെല്ലാം ആ മദാമ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ മദാമയുടെ മുന്നിൽ അവൻ വന്നതും മദാമ അവനെ ആക്രമിക്കുന്നതിന് മുമ്പ് മദാമയുടെ വയറ്റിലേക്ക് ഒരു കമ്പി കൊണ്ട് കുത്തിയിട്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം ഇതേ കാട് തന്നെയായിരുന്നു. ആ ചതുപ്പിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് നടക്കുന്നു. അയാളുടെ ഫേസ് ഒന്നും തന്നെ നമ്മളെ കാണിക്കുന്നില്ല. അതേ കാട്ടിൽ തന്നെ ഒരു പോലീസുകാരനും ആരെയും അന്വേഷിച്ച് നടക്കുന്നു. ഈ 2 പേരെ കൂടാതെ മൂന്നാമത്തെ ഒരാളെ കൂടി നമ്മളെ കാണിക്കുന്നു. അയാൾ ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് അവിടെയുള്ള മരത്തിലൊക്കെ എന്തോ കൊത്തിവെക്കുകയായിരുന്നു. ഇനി ഈ 3 പേരുമുള്ള അതേ കാട്ടിൽ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് വേട്ടയ്ക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിലൊരു പെൺകുട്ടി ഒരു പന്നിയെ വെടിവെക്കാൻ തുടങ്ങിയതും പന്നി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ബാക്കിയുള്ള കൂട്ടുകാര് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കറക്റ്റ് സമയത്ത് വെടിവെക്കാതിരുന്നത് എന്ന്. ആ പന്നി മിസ്സായന്റെ സങ്കടത്തിലായിരുന്നു അവർ. പക്ഷെ ആ സമയം അവരുടെ അടുത്തേക്ക് എന്തോ ഒന്ന് വരുന്നതായിട്ട് അവർക്ക് തോന്നി. പെൺകുട്ടി മറ്റൊന്നും ചിന്തിക്കാതെ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തങ്ങൾ ചെയ്തത് മണ്ടത്തരമാണെന്ന് അവർക്ക് മനസ്സിലായത്. അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ ഷൂട്ട് ചെയ്തത് ഒരു മൃഗത്തെ ആയിരുന്നില്ല എന്ന്. ആ വെടിയുണ്ടയുടെ സൗണ്ട് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന വവ്വാലുകളെല്ലാം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. കാട്ടിലുണ്ടായിരുന്ന ആ പോലീസുകാരനും മരത്തിൽ കല്ലുകൊണ്ട് എന്തോ വരച്ചുകൊണ്ടിരുന്ന ഇയാളും പേടിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മളെ കാണിക്കുന്നത് ആ പെൺകുട്ടികൾ വെടിവെച്ചത് ഒരു മൃഗത്തെ ആയിരുന്നില്ല, മനുഷ്യനെ ആയിരുന്നു എന്ന്. നേരത്തെ ചതുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന അയാളുടെ ഫേസ് ഇപ്പോഴും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ അയാളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ വെടിയൊച്ചയുടെ സൗണ്ടും ആ കാട്ടിൽ വീണ ബ്ലഡും എല്ലാം തന്നെ ആ കാട്ടിൽ എന്തോ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു. അവിടെ പെട്ടെന്ന് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. ചെവിക്ക് താങ്ങാൻ പറ്റാത്ത എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആ മദാമയുടെ സൗണ്ടും കേൾക്കാം, ജെയിംസ് നീ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള സൗണ്ട്. കാടിന്റെ പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്ന എല്ലാവരും ഈ സൗണ്ട് കേട്ട് ചെവി പൊത്തുന്നുണ്ട്. കുറച്ചു നേരത്തെ ആ ഒരു സൗണ്ടിനും ആ ഒരു ഇരുട്ടിനു ശേഷം ആ പോലീസുകാരൻ കണ്ണു തുറക്കുമ്പോൾ അയാൾക്ക് ചുറ്റും നേരത്തെ ഉള്ളതുപോലെ തന്നെ വെട്ടമായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നു. റോഡ് ലക്ഷ്യമാക്കിയായിരുന്നു അയാൾ ഓടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് എന്തോ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ നിമിഷം ഉറക്കത്തിൽ നിന്ന് നെട്ടിയുണർന്ന നമ്മുടെ നായകനായ ആനന്ദിനെ കാണിക്കുന്നു. അവനാകെ പേടിച്ച് ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോഴാണ് നഴ്സ് വന്ന് അവനോട് പറയുന്നത്, നീതുവിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ നിങ്ങൾ, ഡോക്ടർ വിളിക്കുന്നു എന്ന്. ആനന്ദ് തന്റെ വൈഫ് നീതുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുവന്നതായിരുന്നു. അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അടുത്ത മാസമാണ് അവരുടെ ഡെലിവറി ഡേറ്റ്. ആനന്ദിന് അച്ഛനും അമ്മയും ഇല്ല. പ്രണയിച്ച് വിവാഹം കഴിച്ചതായതുകൊണ്ട് തന്നെ നീതുവിന്റെ വീട്ടുകാരും ഇവരുടെ സഹകരണം ഉണ്ടായിരുന്നില്ല. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആനന്ദിന് പുതിയ ഏതോ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണെന്ന്. നീതുവിനെ വിട്ടിട്ട് പോകാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല. എന്നാലും പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ലീവ് എടുത്ത് താൻ ഇവിടേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ആനന്ദ് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത്. നീതുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെയും അവന്റെ ആന്റിയെയും അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ യാത്ര തിരിക്കുന്നു. അന്നത്തെ ദിവസം മെയ് 26, 2024 ബസ് ഇറങ്ങിയ ശേഷം അവിടെ നിന്നും ജീപ്പ് വിളിച്ച് വേണം അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ. ജീപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് അവന്റെ ഫ്രണ്ടിന്റെ കോൾ വരുന്നു. നീതുവിന് പെട്ടെന്ന് പെയിൻ വന്നു എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്നും ഇന്ന് തന്നെ ഡെലിവറി നടക്കുമെന്നും പറഞ്ഞിട്ടാണ് കോൾ വന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആനന്ദ് നിൽക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകണോ അതോ പോയി ജോയിൻ ചെയ്യണോ? നീ അർജന്റായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇവിടെയെല്ലാം നോക്കിക്കോളാമെന്ന് അവന്റെ ഫ്രണ്ട് പറഞ്ഞത് കാരണം തൽക്കാലം അവൻ ജീപ്പിലേക്ക് കയറി. കാടിനുള്ളിലൂടെയാണ് ജീപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ഫോണിൽ റേഞ്ച് കുറഞ്ഞു വന്നു.
നീതുവിനെയോ തന്റെ ഫ്രണ്ടിനെയോ വിളിക്കാൻ പറ്റാത്തത് കാരണം ജീപ്പിലുണ്ടായിരുന്ന മറ്റൊരാളുടെ ഫോണിൽ നിന്നാണ് അവൻ കോൾ ചെയ്യുന്നത്. കുറെ നേരം ട്രൈ ചെയ്തിട്ട് അവസാനം കോൾ കിട്ടി കഴിയുമ്പോൾ നാട്ടിൽ നിന്നും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവനെ തേടിയെത്തിയത്. നീതു പ്രസവിച്ചിരിക്കുന്നു. അവനൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആനന്ദ് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അതിനിടയ്ക്ക് ഡ്രൈവറിന്റെ ശ്രദ്ധ തിരിയുകയും ആ വണ്ടി ആരോ ഇടിക്കുകയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ഒരു പോലീസുകാരനെയാണ് അവർ ഇടിച്ചിട്ടിരിക്കുന്നത്. തുടക്കത്തിൽ കാടിലൂടെ ഓടി റോഡിന്റെ സൈഡിലേക്ക് വന്ന പോലീസുകാരനില്ലേ, അയാൾ തന്നെയായിരുന്നു അത്. ഇത് വലിയ പ്രശ്നമാകും, ഇയാളെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി എടുക്കാൻ തുടങ്ങിയതും ആനന്ദ് പ്രശ്നമുണ്ടാക്കുന്നു. അയാളെപ്പോലെ ഒരു പോലീസുകാരൻ തന്നെയാണ് താനെന്നും താനിന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വന്നതാണെന്നും ആനന്ദ് പറയുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ആനന്ദും ഒരു പോലീസുകാരനാണെന്ന്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ആ പോലീസുകാരന്റെ ജീപ്പിലേക്ക് കയറ്റി വെള്ളൂർക്കാട് സ്റ്റേഷനിലെ പുതിയ CPO ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ വന്നതായിരുന്നു ആനന്ദ്. സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് ഈ പോലീസുകാരനെ ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് മറ്റു പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അശോകൻ. അശോകൻ ആനന്ദിനെ കണ്ടതും നീ നാട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുന്നു. താൻ കൊച്ചിയിൽ നിന്നാണ് വന്നതെന്ന് ആനന്ദ് പറയുന്നു. റോഡിൽ ആക്സിഡന്റ് ആയി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ ആ പോലീസുകാരന്റെ പേഴ്സ് പരിശോധിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കുന്നുണ്ട് അയാളുടെ പേര് പീറ്റർ ജോൺ എന്നാണെന്ന്. അയാളുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ടായിരുന്നു. പേഴ്സിലുണ്ടായിരുന്ന ID കാർഡിൽ നിന്നും അഡ്രസ് എടുത്ത് ഇയാളുടെ വീട്ടിൽ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അശോകന്റെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ജോഷി എന്ന പോലീസുകാരനോട് പറയുന്നു. പീറ്റർ എന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ നിന്നും ഫാമിലി ആരെങ്കിലും വന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്നും അശോകൻ ജോഷിയോട് പറഞ്ഞു. അതിനുശേഷം ഇവർ 3 പേരും ചേർന്ന് ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുകയായിരുന്നു. ആ സമയം ആനന്ദിനെ പറ്റി അശോകൻ ചോദിക്കുന്നു. അപ്പോഴാണ് ആനന്ദ് പറയുന്നത് തനിക്ക് അച്ഛനില്ല എന്ന്. അച്ഛനെ കണ്ട അവന് ഓർമ്മയില്ല. അവൻ ജനിച്ച സമയത്ത് തന്നെ അവന്റെ അച്ഛൻ മരിച്ചു പോയതാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം അവന്റെ അമ്മയും മരിച്ചു. അവന്റെ വീട്ടിൽ ഇപ്പോൾ അവന്റെ വൈഫും കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ജനിച്ച അവന്റെ മകളും മാത്രമേ ഉള്ളൂ. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പോ? നിങ്ങൾ അച്ഛനായതെങ്കിൽ ഇവിടെ എന്തെടുക്കുകയാണ്? അശോകൻ ചോദിക്കുന്നു. ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വന്നല്ലേ പറ്റൂ, അതുകൊണ്ടാണ് വന്നതെന്ന് അവൻ പറയുന്നു. അതൊന്നും സാരമില്ല, ഇവിടെ വലിയ പണിയൊന്നുമില്ല, ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നീ ഇവിടുത്ത് പോയിക്കോളാൻ അശോകൻ പറയുന്നു. അതിനിടയ്ക്ക് ജോഷി ആനന്ദിനോട് പറയുന്നുണ്ട് കുഞ്ഞു ജനിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും ചെലവ് ചെയ്യണമെന്ന്. അതൊക്കെ ചെയ്യാമെന്ന് ആനന്ദ് പറയുന്നു. ആനന്ദിന് അച്ചടക്ക നടപടി പ്രകാരമാണ് ഈ ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ സ്റ്റേഷനിൽ എന്ത് പ്രശ്നമുണ്ടാക്കിയതെന്ന് അശോകൻ ചോദിക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് വീട്ടിൽ അങ്ങനെ ആരുമില്ലാത്തത് കാരണം വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും അവളുടെ കൂടെയായിരുന്നു ആനന്ദ്. കുറേയധികം ലീവുകൾ എടുത്തു. രാത്രിയൊന്നും ഉറക്കമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അവൻ ഉറങ്ങിപ്പോയി. സീനിയർ ഓഫീസർ വന്ന സമയത്ത് സല്യൂട്ട് അടിക്കാൻ മറന്നു. അത് കാരണമാണ് അവൻ ഈ ട്രാൻസ്ഫർ കിട്ടിയത്. അവൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല എന്ന് അതോടെ അശോകന് മനസ്സിലായി. ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റഷീദ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാകട്ടെ അശോകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന്. ഫോറസ്റ്റ് ഏരിയ വഴി ഞങ്ങൾ പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ ഈ കാടിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഫോട്ടോയോ മറ്റോ എടുക്കുന്നുണ്ടായിരുന്നു. പ്രദേശം എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡറിൽ പെടുന്നതാണ്. പക്ഷേ ആ പിള്ളേരുമായിട്ട് നമ്മുടെ സ്റ്റേഷനിലെ റെജി എന്ന് പറയുന്ന പോലീസുകാരൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അശോകനോട് പെട്ടെന്ന് അവിടേക്ക് വരാൻ റഷീദ് പറയുന്നു. റഷീദ് വന്ന് ആ കുട്ടികളോട് പറയുന്നുണ്ട് SI സാർ ഇപ്പോൾ വരും, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന്. എന്നാൽ അതിലൊരു പയ്യൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ സാർ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന്. ആ പയ്യന്മാര് തനിക്ക് റെസ്പെക്ട് തരാത്തത് കാരണം റജിക്ക് ദേഷ്യം വരികയും അവരെ അടിക്കുകയും ചെയ്യുന്നു. അതിലൊരു പയ്യൻ കാട്ടിനുള്ളിലേക്ക് കുറച്ചു ദൂരം ഓടാൻ തുടങ്ങിയതും റജി പിറകെ പോയി അവന് കൈയോടെ പിടിക്കുന്നു. പക്ഷേ ആ സമയം അവർ രണ്ടുപേരും എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് SI അശോകന്റെ കൂടെ ആനന്ദും അവിടേക്ക് വരുന്നതാണ്. ജോഷി ആകട്ടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പീറ്റർ എന്ന് പറയുന്ന പോലീസുകാരന്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. SI അശോകൻ അവിടേക്ക് എത്തിയപ്പോഴാണ് റഷീദും അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളും കാര്യം പറയുന്നത്. നേരത്തെ റജിയും പയ്യനും കണ്ടത് ഒരു ഡെഡ് ബോഡിയാണ്. ഏതോ ചതുപ്പിൽ നിന്ന് കയറി വന്ന് വീണ് കിടക്കുന്ന ഒരാൾ. അയാളുടെ മുഖവും ശരീരവും നിറയെ ചെളിയായതുകൊണ്ട് ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും അയാൾ മരിച്ചിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. തുടക്കത്തിൽ വന്ന പെൺകുട്ടികളും സുഹൃത്തുക്കളും അറിയാതെ ഒരാളെ വെടിവെച്ചില്ലേ, ആ ആളുടെ ഡെഡ് ബോഡി ആയിരുന്നു അത്. എന്താണെങ്കിലും കമിഴ്ന്നു കിടക്കുന്ന ബോഡി തിരിച്ചിടാനൊന്നും അവർ നിന്നില്ല. ഫോറൻസിക്കിനെ അവർ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അശോകൻ അതിനുശേഷം റജിയെ വഴക്ക് പറയുന്നു. ഇത് ഫോറസ്റ്റുകാരുടെ ഏരിയയാണ്, അവർക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താണെന്ന് ചോദിച്ചിട്ട്. എന്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം പേരും വിവരം എഴുതി വെച്ചിട്ട് അശോകൻ പറഞ്ഞു വിട്ടു. ആ ബോഡി കണ്ടിട്ട് ഒരു പോലീസുകാരന്റെ ആണെന്ന് ആനന്ദ് പറയുന്നു. എന്നാൽ റജി പറയുന്നുണ്ട് അത് എനിക്ക് മനസ്സിലായി എന്ന്. മിക്കവാറും ഇവിടെ അടുത്തുള്ള പെരുമല പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും കോൺസ്റ്റബിളിന്റെ ബോഡി ആയിരിക്കും അത്. അങ്ങനെ ഇവർ പെരുമല സ്റ്റേഷനിലെ ASIയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബോഡി കിടക്കുന്ന ഏരിയയിൽ റഷീദിനെയും കോൺസ്റ്റബിളായ സനീഷിനെയും ആകാശിനെയും നിർത്തിയ ശേഷം ആനന്ദും റജിയും അശോകനും അവിടെ നിന്നും പോകുന്നു. സീൻ അവിടെ കട്ടായി നമ്മൾ വീണ്ടും ആ കാടിനുള്ളിൽ അപകടത്തിൽ പെട്ടുകിടക്കുന്ന സ്റ്റീഫൻ ജോർജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ കാണിക്കുന്നു. അയാളുടെ കാലിൽ നല്ല രീതിയിൽ മുറിവേറ്റ് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അയാൾ തന്റെ സുഹൃത്തുക്കളെ ഉറക്കി വിളിക്കുന്നുണ്ട്. പീറ്റർ എന്ന മുത്തുവേലിൽ നിന്നുമാണ് അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് ആദ്യം വന്ന സമയത്ത് അവരുടെ വണ്ടിക്ക് പുറകെ ചാടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അതേ പീറ്ററിനെ ആയിരുന്നു ഈ സ്റ്റീഫൻ വിളിച്ചുകൊണ്ടിരുന്നത്. ആ പീറ്ററിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാരെയെല്ലാം തന്നെ ഇപ്പോഴും ആ കാട്ടിൽ എവിടേക്കോ ഉണ്ട്. അതിലൊരാളായിരുന്നു ഈ സ്റ്റീഫൻ. അശോകനും സംഘവും ആ കാട് വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വണ്ടിയിലിരുന്ന വാക്കി ടോക്കിയിലേക്ക് കാട്ടിൽ കിടക്കുന്ന സ്റ്റീഫന്റെ മെസ്സേജ് വരുന്നു.
ഹോസ്പിറ്റലിലാക്കിയ പീറ്ററിന്റെ വാക്കി ടോക്കിയാണ് അതെന്ന് ആനന്ദ് പറയുന്നുണ്ട്. അതിലേക്ക് ആരാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവർ അതിന് റീപ്ലൈ കൊടുക്കുമ്പോഴാണ് കാട്ടിൽ കിടന്നുകൊണ്ട് സ്റ്റീഫൻ പറയുന്നത്, ഞാൻ ഇവിടെ കാട്ടിൽ പെട്ടുകിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് എന്നെ രക്ഷിക്കണമെന്ന്. എന്നാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പീറ്ററിനെ ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതേ ഉള്ളൂ എന്ന് അശോകൻ പറയുന്നു. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ കാട്ടിൽ അപകടത്തിൽ കിടക്കുന്ന ഈ സ്റ്റീഫൻ ജോർജ് പെരുമല പോലീസ് സ്റ്റേഷനിലെ SI ആണെന്ന്. അയാൾ 5 അംഗ സംഘമായിട്ട് ഈ കാട്ടിലേക്ക് വന്നത്. പീറ്ററും സ്റ്റീഫനും മുത്തുവേലും സെൽവനും മുനുസ്വാമിയും, അതിൽ പീറ്റർ ഇപ്പോൾ ഹോസ്പിറ്റലിലായി. സ്റ്റീഫൻ ഇപ്പോൾ അപകടത്തിൽ കിടക്കുന്നു. തന്റെ സ്റ്റേഷനിൽ നിന്ന് ആളൊക്കെ വന്ന് തന്നെ രക്ഷിക്കുമ്പോഴേക്കും രക്തം വാർന്ന് താൻ മരിച്ചു പോകുമെന്ന് സ്റ്റീഫൻ പറഞ്ഞതോടുകൂടി തൽക്കാലം നിവൃത്തിയില്ലാതെ അശോകനും കൂട്ടരും അയാളെ രക്ഷിക്കാൻ വേണ്ടി കാടിനുള്ളിലേക്ക് കടന്നു. പെരുമല സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേഷനാണ്. സ്റ്റീഫനും പീറ്ററും ഉൾപ്പെടെ കാട്ടിൽ വന്ന ആ പോലീസുകാരെല്ലാം തമിഴ്നാട് പോലീസായിരുന്നു. തങ്ങൾ കേരള പോലീസ് ആണെന്നും തങ്ങളെ കൊണ്ട് പറ്റുന്നത് തങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് അശോകനും കൂട്ടരും കാട്ടിലേക്ക് കയറിയത്. പക്ഷേ അപ്പോഴും റജി എതിർത്തുകൊണ്ടിരുന്നു. ഈ കാട്ടിലേക്ക് പോകണ്ട, ഇത് അപകടം പിടിച്ച കാടാണെന്നും താൻ ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും റജി പറയുന്നുണ്ട്. എന്നാലും ഒരു ജീവന്റെ കാര്യമല്ലേ, അയാളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് അശോകൻ ഉള്ളിലേക്ക് കയറുന്നത്. അവർ അയാളെ രക്ഷിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. വാക്കി ടോക്കിയിലൂടെ അയാൾ പറയുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം തനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണെന്ന്. തന്റെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് എന്റെ വൈഫിനെയും കുഞ്ഞിനെയും കാണണം. അതൊക്കെ കേട്ടുകൊണ്ടായിരുന്നു അയാളെ രക്ഷിക്കാൻ അവർ ഇത്ര കഷ്ടപ്പെട്ട് കാടിനുള്ളിലേക്ക് കയറിയത്. അപ്പോഴും റജി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ കാട്ടിലേക്ക് കയറിയ പല ആൾക്കാരും മിസ്സായിട്ടുണ്ട്, പലരും തിരിച്ചു വന്നിട്ടില്ല എന്ന്. ആ സീൻ അവിടെ കട്ടാകുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ഇപ്പോൾ ഈ കാടിൽ കിടക്കുന്ന സ്റ്റീഫനും അയാളുടെ സംഘത്തിലുണ്ടായിരുന്ന ബാക്കി പോലീസുകാരും എങ്ങനെയാണ് ഈ കാടിനുള്ളിൽ അകപ്പെട്ടത് എന്നതാണ്. ഈ കാട്ടിലൂടെ കുറച്ച് ക്രിമിനൽസിനെയും കൊണ്ട് അവർ തങ്ങളുടെ വണ്ടിയിൽ വരികയായിരുന്നു. ആ വണ്ടിയിൽ വെച്ച് ക്രിമിനൽസ് ഇവരെല്ലാം ആക്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാടിനുള്ളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് സ്റ്റീഫനും പീറ്ററും മുത്തുവേലും ഒക്കെ അടങ്ങുന്ന സംഘം ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാടിനുള്ളിലേക്ക് കടന്നത്. പോലീസുകാർ പലരും പല ദിക്കിലേക്ക് പോയി. ഇടയ്ക്ക് മുനുസ്വാമി എന്ന് പറയുന്ന പോലീസുകാരൻ നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലെ സെൽവ എന്ന് പറയുന്ന പോലീസുകാരനെ ആ ക്രിമിനൽസ് അവിടെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. സ്റ്റീഫനും മുത്തുവേലും മറ്റൊരു സൈഡിലേക്കായിരുന്നു ക്രിമിനൽസിനെ അന്വേഷിച്ചു പോയത്. മുത്തുവേലിനെ ആ കാടിന് ചുറ്റും എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും നോക്കിയ ശേഷം സ്റ്റീഫനോട് പറയുന്നുണ്ട്, എനിക്ക് പ്രേതത്തിലൊന്നും വലിയ വിശ്വാസമില്ല, പക്ഷെ ഇവിടെ എന്തോ ഉണ്ടെന്ന്. കുട്ടിക്കാലം തൊട്ടേ ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ചീത്തക്കാലം പോയിട്ട് നല്ല കാലം വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി പലരും മനുഷ്യന്മാരെ ബലി കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷം ഈ കാട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഈ കാടിൽ ബ്ലഡ് വീഴുകയോ ഒരു പരിധിയിൽ കൂടുതൽ സൗണ്ട് കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്തോ സംഭവിക്കും. മുത്തുവേൽ നടന്നുകൊണ്ട് അത് പറഞ്ഞു തീർന്നതും അവർ എത്തി നിൽക്കുന്ന സ്ഥലം അതേ അമ്പലം തന്നെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവിടെ വലിയൊരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. കാക്കയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു രൂപം. സ്റ്റീഫൻ കണ്ടിട്ട് മുത്തുവേലിനോട് പറയുന്നുണ്ട്, താൻ ഈ സൈഡിലേക്ക് പോയിക്കോ, ഞാൻ ആ സൈഡിലേക്ക് പോയി നോക്കാമെന്ന്. ക്രിമിനൽസ് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാകും. സ്റ്റീഫൻ കുറച്ച് മുന്നിലേക്ക് പോയത് പെട്ടെന്ന് വവ്വാലുകൾ ബഹളം ഉണ്ടാക്കി പോകുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. ആ സമയം മുത്തുവേൽ സ്റ്റീഫനെ വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അയാളുടെ പിറകെ ആ ക്രിമിനൽസും ഉണ്ടായിരുന്നു, അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. കറക്റ്റ് സമയത്ത് സ്റ്റീഫൻ അവിടേക്ക് വരുന്നു. ആ 2 ക്രിമിനൽസും അവരെ ആക്രമിക്കാൻ തുടങ്ങിയതും സ്റ്റീഫൻ അതിലൊരു ക്രിമിനൽസിനെ ഷൂട്ട് ചെയ്യുന്നു. അയാളുടെ ശരീരത്തിൽ വെടിയുണ്ട തുളച്ചു കയറി ബ്ലഡ് താഴേക്ക് വീഴാൻ തുടങ്ങി. വെടിവെച്ചയുടെ സൗണ്ടും മണ്ണിലേക്ക് വീണ ബ്ലഡും കൂടി ആയതോടുകൂടി ആ കാടിന്റെ മട്ടും ഭാവവും മാറി തുടങ്ങിയിരുന്നു. നല്ല വെട്ടമുണ്ടായിരുന്ന പ്രദേശം മുഴുവൻ ഇരുട്ടാകാൻ തുടങ്ങി. എന്തൊക്കെയോ ഒച്ചത്തിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നു. സൗണ്ട് സഹിക്കാൻ വയ്യാതെ എല്ലാവരും ചെവി പൊത്തിയിരിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ കണ്ണു തുറന്നതും അയാൾക്ക് ചുറ്റും മറ്റാരും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ ഏരിയയിൽ തനിച്ചായിരുന്നു. മുത്തുവേലിനെയും ക്രിമിനൽസിനെ ഒന്നും തന്നെ അവിടെ എങ്ങും കാണാനില്ല. എങ്ങനെയാണ് സ്റ്റീഫനും കൂട്ടരും കാടിനുള്ളിൽ പെട്ടതെന്നാണ് ഈ ഒരു സീനിലൂടെ നമ്മളെ കാണിച്ചത്. കഥ പ്രസന്റിലേക്ക് വരുന്നു. അശോകനും ആനന്ദും റജിയും ചേർന്നിട്ട് തങ്ങളോട് വാക്കി ടോക്കിയോട് സംസാരിച്ച സ്റ്റീഫനെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഈ നാട്ടുകാര് ഈ കാടിനെ പറ്റി പറയുന്ന കഥകളൊക്കെ അശോകൻ പറയുന്നുണ്ട്. ഈ കാടിൽ ഒരുപാട് ആൾക്കാർ മിസ്സായിട്ടുണ്ട്. 1960 ലാസ്റ്റ് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഇവിടെ ഒരു എസ്റ്റേറ്റ് നടത്തുന്ന പോർച്ചുഗീസ് മദാമ ഉണ്ടായിരുന്നു. അവരാകട്ടെ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു പയ്യനെയാണ് വിവാഹം കഴിച്ചത്. ആ മദാമയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ആ പയ്യൻ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഈ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായി. മദാമ അത് കയ്യോടെ പിടിച്ചു. 2 പേരും ഈ കാട്ടിൽ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവരും ഇതിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ ആ 3 പേരുടെയും പ്രേതങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് ഗ്രാമത്തിലുള്ളവർ പറയുന്നത്. അശോകൻ ഇവിടെ ചാർജ് എടുത്ത സമയത്ത് കാട്ടിൽ നിന്നും ഒരു ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു പോലീസുകാരന്റെ ബോഡി കിട്ടിയില്ലേ, അതേ സ്ഥലത്ത് നിന്നാണ് ആ ബോഡി കിട്ടിയത്. പക്ഷെ അന്ന് ആ ബോഡിക്ക് തലയുണ്ടായിരുന്നില്ല. തലയില്ലാത്ത ആ ബോഡി മരിച്ചിട്ട് അധിക നേരമാകാത്ത ആരുടെയോ ആയിരുന്നു. കാരണം ബോഡി അഴുകി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തലയില്ലാത്ത ബോഡി ആയതുകൊണ്ട് തന്നെ ആരുടെ ബോഡിയാണെന്ന് പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമനിവാസികൾ പറഞ്ഞത് 80 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സായിപ്പിന്റെ ബോഡിയാണ് അതെന്നാണ്. ആരും അതും വിശ്വസിച്ചില്ല. 80 വർഷം മുമ്പ് തട്ടിപ്പോയ ആളുടെ ബോട്ട് എവിടെ നിന്ന് വരാനാണ്? പിന്നീട് നിങ്ങൾക്ക് ആ തല കിട്ടിയിരുന്നോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അശോകൻ പറയുന്നുണ്ട്, കുറെ തിരഞ്ഞിട്ടും തല കിട്ടിയില്ല. പക്ഷേ അവിടെ നിന്നും ഒരു തലയൊട്ടി കിട്ടി. പക്ഷേ തലയൊട്ടിക്ക് കുറച്ച് പഴക്കമുണ്ടായിരുന്നു. അത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അത് തനിക്കറിയില്ല, അത് ചിലപ്പോൾ ആ സായിപ്പിന്റേതായിരിക്കാം എന്നാണ് അശോകൻ പറയുന്നത്. നല്ലപോലെ മഴ പെയ്യുമ്പോഴാണ് ഇവർ ആ കാടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വാക്കി ടോക്കിലൂടെ സ്റ്റീഫൻ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ എത്തി? എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക, എന്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. കറക്റ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് അശോകൻ ചോദിക്കുമ്പോൾ
ഇവിടെ കുറെ മരങ്ങൾ ചുറ്റിപ്പെട്ടിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് ഞാനുള്ളതെന്ന്. താനിരിക്കുന്ന വലിയ മരത്തിന് മുകളിലായിട്ട് കുറെ മണി പ്ലാന്റ്സും ഉണ്ട്. അങ്ങനെ ആ അമ്പലം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ വീണ്ടും മുന്നോട്ട് നടന്നു. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പീറ്ററിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജോഷിയും അശോകനെ കോൾ ചെയ്യുന്നു. പീറ്ററിന് ചെറിയ രീതിയിൽ ബോധം വന്നിട്ടുണ്ട്. എന്തൊക്കെ പിച്ചും പേയും പറയുന്നു. അയാളുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജോഷി പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്ന് അവസാനം ഇവർ ആ അമ്പലത്തിന്റെ അടുത്തെത്തി. വിചിത്രമായ ആ പ്രദിശയെ തന്നെയായിരുന്നു അവർ നോക്കി നിന്നുകൊണ്ടിരുന്നത്. അവർ വീണ്ടും സ്റ്റീഫനോട് സംസാരിക്കുന്നു. നിങ്ങൾ ശരിക്കും അമ്പലത്തിന്റെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കുന്നു. വലതുവശത്ത് കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ വഴി പറഞ്ഞു കൊടുത്തതും അവർ അതുവഴി നടക്കാൻ ആരംഭിച്ചു. ശരിക്കും സ്റ്റീഫനും കൂട്ടുകാരും പെരുമല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്നല്ലേ പറഞ്ഞത്? ആ സ്റ്റേഷനിലുള്ള ASIയെ കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇന്ന് ഫോറസ്റ്റ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം നിങ്ങളുടെ സ്റ്റേഷനിലെ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഇവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോൾ ചെയ്തിരുന്നു. എന്നാൽ ആ പെരുമൽ പോലീസ് സ്റ്റേഷനിലെ ASI പറയുന്നത് അങ്ങനെ ആരും അവിടേക്ക് വന്നിട്ടില്ല എന്നാണ്. ഞങ്ങളുടെ സ്റ്റേഷനിലെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എന്നാൽ അശോകൻ പറയുന്നു, നിങ്ങളുടെ സ്റ്റേഷനിൽ ഒരാൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോൾ ചെയ്തിരിക്കുന്നത്. അയാൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ കാടിനുള്ളിലെ ആ അമ്പലത്തിന്റെ അടുത്തെത്തി എന്ന്. ഇത് കേട്ട് ആ പരിമല പോലീസ് സ്റ്റേഷനിലെ ASI പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് മണ്ടത്തരമാ കാണിച്ചത്? ആ ഭാഗത്തേക്കൊന്നും പോകാനേ പാടില്ല. ആ കാടിലേക്ക് കയറിയവർ ആരും തന്നെ തിരിച്ചു വന്നിട്ടുമില്ല. ഞങ്ങളുടെ സ്റ്റേഷനിൽ 2 SI ഉള്ളൂ. അവർ 2 പേരും ഇവിടെയുണ്ട്. നിങ്ങൾ പറയുന്ന ആൾ ആരാണെന്നും എനിക്കറിയില്ല. സ്റ്റീഫൻ ജോർജ് എന്ന് പേര് പറഞ്ഞിട്ടും ആ ഒരു SIക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതോടെ അശോകനും കൂട്ടരും കൺഫ്യൂഷനായി. റെജി പറയുന്നുണ്ട്, ഇതെന്തോ ട്രാപ്പാണെന്ന്. ആ സ്റ്റീഫൻ ജോർജ് ചിലപ്പോൾ നമ്മളെ ട്രാപ്പിലാക്കാനായിരിക്കും ഈ കാട്ടിലേക്ക് വിളിച്ചത്. എന്നാൽ അപ്പോഴും വാക്കി ടോക്കിലൂടെ അയാൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ നിങ്ങളൊന്ന് വന്ന് രക്ഷിക്കുക, എനിക്ക് ഒരടി പോലും നടക്കാൻ വയ്യ, കാലിന് നല്ല രീതിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വീണ്ടും പരിമല പോലീസ് സ്റ്റേഷനിലെ ASIയെ വിളിക്കുന്നു. അയാളോട് കുറച്ചു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. വാക്കി ടോക്കിലൂടെ സംസാരിക്കുന്ന സ്റ്റീഫൻ ജോർജിന്റെ സൗണ്ടും ആ ASI കേൾപ്പിച്ചു കൊടുക്കുന്നു. സ്റ്റീഫൻ ജോർജിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, പരിമല പോലീസ് സ്റ്റേഷനിലെ ASI ആണ് ഇപ്പോൾ കോളിൽ ഉള്ളതെന്ന്. സ്റ്റീഫൻ ഉടനെ ചോദിക്കുന്നുണ്ട്, മുത്തുവേൽ നിങ്ങൾ എവിടെയാണ്? ഞാനിവിടെ അപകടത്തിൽ പെട്ടുകിടക്കുക, എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ. എന്നാൽ അത് കേട്ടതും പരിമല പോലീസ് സ്റ്റേഷനിലെ ASI ഒന്ന് നെറ്റിത്തെറിക്കുന്നു. ഏത് മുത്തുവേലിനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സ്റ്റീഫൻ ക്ലിയർ ആയിട്ട് പറയുന്നു, സ്റ്റീഫൻ പരിമല പോലീസ് സ്റ്റേഷനിലെ ASI ആണ്. മുത്തുവേൽ പരിമല സ്റ്റേഷനിലെ ASIയും മുത്തുവേൽ സ്റ്റീഫനും പീറ്ററും സെൽവവും മുനിസ്വാമിയും അടങ്ങുന്ന സംഘമാണ് ഈ കാട്ടിലേക്ക് വന്നത് രക്ഷപ്പെട്ടു പോയ ക്രിമിനൽസിനെ പിടിക്കാൻ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പരിമല പോലീസ് സ്റ്റേഷനിലെ ASI പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടത്തെ ASI ഞാനാണ്, എന്റെ പേര് മുത്തുവേൽ എന്നല്ല. മുത്തുവേൽ എന്ന് നിങ്ങൾ പറയുന്ന ആളുടെ പൂർണ്ണമായിട്ടുള്ള നെയിം ചോദിച്ചപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, മുത്തുവേൽ മാരിയപ്പൻ എന്നാണെന്ന്. അത് കേട്ടതും പരിമല സ്റ്റേഷനിലെ ASI നെട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ മുത്തുവേൽ മാരിയപ്പൻ എന്റെ അച്ഛനാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മെയ് 26, 1994 മുത്തുവേലും പീറ്ററും സ്റ്റീഫനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം കാട്ടിലേക്ക് പോയതാണ്. പക്ഷെ പിന്നീട് അവർ തിരിച്ചു വന്നിട്ടേ ഇല്ല. 30 വർഷമായി അവരെ കാണാതായിട്ട്. അവർ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് ഈ ASI പറയുന്നു. അവർ മാത്രമല്ല, ആ കാട്ടിലേക്ക് പോയ ആരും തന്നെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. അതും പറഞ്ഞ് ആ ASI കോൾ കട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും അശോകനും ആനന്ദിനും ഡൗട്ടായിരുന്നു. ഇയാൾ ഈ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ജോർജ് ആരാണ്? 30 വർഷം മുമ്പ് കാണാതായ ആള് ഇന്ന് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. റെജി പറയുന്നുണ്ട്, എനിക്കൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ റെജി അവിടെ നിന്നും തിരിച്ചു നടക്കാൻ ആരംഭിച്ചു. അശോകനെയും ആനന്ദിനെയും സംബന്ധിച്ച് തങ്ങളെ വിളിക്കുന്ന ഈ സ്റ്റീഫൻ ആരാണെന്ന് അറിയണം. അയാൾ ശരിക്കും അപകടത്തിലാണെങ്കിൽ അയാളെ രക്ഷിക്കണം. അതുകൊണ്ട് അവർ വീണ്ടും വാക്കി ടോക്കിലൂടെ അയാൾ സംസാരിച്ചു കൊണ്ടിരുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. സ്റ്റീഫൻ പറഞ്ഞ പ്രകാരം ആ വലിയ മരത്തിന് ചുവടിൽ അവർ എത്തി. അയാൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ മുകളിലായിട്ട് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും എവിടെയാണെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, ഞാൻ ഈ മരത്തിന്റെ താഴെ തന്നെയുണ്ട്. ഓടി വരുന്ന വഴിക്ക് എന്തിലോ തട്ടി വീണതാണ്. അങ്ങനെയാണ് എന്റെ കാല് മുറിഞ്ഞത്. ഞാൻ ഉണർന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് അതൊരു പോലീസുകാരന്റെ ബോഡിയായിരുന്നു എന്ന്. അത് തമിഴ്നാട് പോലീസല്ല, കേരള പോലീസിന്റെ യൂണിഫോമാണ് അയാൾ ഇട്ടിരിക്കുന്നത്. അയാളുടെ പേര് MG അശോകൻ എന്നാണ്. ഇത് കേട്ടതും ആനന്ദ് നെട്ടിത്തേച്ചു അശോകന്റെ യൂണിഫോമിലേക്ക് നോക്കുന്നു. അതായത് സ്റ്റീഫൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ അടുത്ത് കിടക്കുന്ന ബോഡി തന്റെ അടുത്ത് നിൽക്കുന്ന അതേ പോലീസുകാരനായ അശോകന്റെ ആണെന്നാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആനന്ദിന് മനസ്സിലായേ ഇല്ല. പക്ഷേ മരത്തിനു ചുറ്റും അവർ നന്നായി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കൂടി അവർ കാണുന്നുണ്ടായിരുന്നു. സ്റ്റീഫനെ തേടിയെത്തി അവർ കണ്ടത് ഒരു അസ്ഥികൂടവും അതിനടുത്തായി കിടക്കുന്ന ഒരു വാക്കി ടോക്കിയുമാണ്. നിങ്ങൾ ശരിക്കും എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്, ഏതാ ദിവസം ഏതാ വർഷം എന്ന് ആനന്ദ് സ്റ്റീഫനോട് ചോദിച്ചതും അയാൾ പറയുന്നുണ്ട്, ഇന്ന് മെയ് 26, 1994 അത് കേട്ട അശോകനും ആനന്ദും ഞെട്ടിധരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇന്നും മെയ് 26 ആണ്. പക്ഷെ ഒരിക്കലും 1994 അല്ല.
അവർ ഇപ്പോൾ നിൽക്കുന്നത് 2024-ലാണ്. 1994 ഇവിടെ വന്ന ഒരാളുമായിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് എത്ര നേരമായി എന്ന് ചോദിക്കുമ്പോൾ വെറും 2-3 മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഈ കാട്ടിലേക്ക് കയറിയിട്ട് എന്നാണ് സ്റ്റീഫൻ വാക്കി ടോക്കിലൂടെ പറയുന്നത്. അതായത് വ്യത്യസ്ത ടൈം ലൈനിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സീൻ അവിടെ കട്ടായി നമ്മളെ കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പീറ്റർ എന്ന് പറയുന്ന ആ പോലീസുകാരന്റെ ഫാമിലി അയാളെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ജോഷി ആകട്ടെ അശോകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന്. പീറ്ററിന്റെ ഫാമിലി ഇവിടേക്ക് വന്നു. കണ്ടാൽ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ 2 മക്കളും. അത് അയാളുടെ അമ്മയായിരിക്കുമെന്ന് അശോകൻ പറഞ്ഞപ്പോൾ ജോഷി പറയുന്നുണ്ട് താനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവർ പറഞ്ഞത് അവർ പീറ്ററിന്റെ വൈഫ് ആണെന്നാണ്. 30 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പീറ്ററിന് 50 വയസ്സുള്ള ഭാര്യ എങ്ങനെ വരും? എങ്ങനെ ഇത്രയും വലിയ മക്കൾ വരും? അതായിരുന്നു എല്ലാവരുടെയും കൺഫ്യൂഷൻ. എന്നാൽ ഇവർ ഉദ്ദേശിക്കുന്ന പീറ്റർ ആയിരിക്കില്ല അതെന്ന് ജോഷി പറഞ്ഞെങ്കിലും അവർ പറയുന്നുണ്ട് തന്റെ ഹസ്ബൻഡ് പീറ്റർ 30 വർഷം മുമ്പ് ആ കാട്ടിൽ കാണാതായതാണ്. അതിനുശേഷം ഇപ്പോഴാണ് അയാളെ പറ്റി ഒരു വിവരം കിട്ടിയതെന്നും ഇവർ ആളുമാറി വന്നതായിരിക്കാം എന്ന് കരുതിയിട്ട് പീറ്ററിന്റെ ID കാർഡ് ഈ ഫാമിലി കാണിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇതേ ആളെ തേടിയാണ് ഞങ്ങൾ വന്നത്, നിങ്ങൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് നോക്കൂ. ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയ ജോഷി ഞെട്ടിപ്പോയി. 1959 ആയിരുന്നു അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ നല്ല പ്രായം തോന്നിക്കേണ്ടതാണ്. കാരണം ഇതിപ്പോ 2024-ആണ്. പക്ഷെ അയാൾക്ക് 34 വയസ്സ് മാത്രമേ തോന്നിക്കുന്നുള്ളൂ. അതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പിന്നീട് പീറ്ററിനെ അവർ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോഷി പറയുന്നുണ്ട് അയാൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിച്ചുവെന്ന്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, താൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ജോഷി ചോദിക്കുമ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് അശോകൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാമെന്ന്. ആ സമയം നമ്മൾ റഷീദും 2 കോൺസ്റ്റബിളും നിൽക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ചതുപ്പിൽ നിന്ന് കിട്ടിയ ഒരു മൃതദേഹം ഉണ്ടായിരുന്നല്ലോ. ഫോറൻസിക്കാർ വന്ന് അത് പരിശോധിക്കുകയാണ്. ആ സമയം അശോകനോടും ആനന്ദിനോടും വഴക്കിട്ട് കാട്ടിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന റജിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. അയാൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഭാഗത്തെ ഒരു അസ്ഥികൂടം കാണുന്നു. അതിന്റെ തലയൊട്ടി മുകളിൽ ഒരു വള്ളിയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആരെയോ മുകളിൽ കഴുത്തു ധരിച്ച് കൊന്നു കെട്ടി തൂക്കിയ ശേഷം അവിടെ കിടന്ന മൃതദേഹം അഴുകി അസ്ഥികൂടം മാറിയിരിക്കുകയാണ്. അതിന് വർഷങ്ങൾക്ക് പഴക്കമുണ്ടായിരുന്നു. റജി ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സീൻ വീണ്ടും ഫോറൻസിക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. അവർ ആ മൃതദേഹം ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ആ കോൺസ്റ്റബിൾ അശോകനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് റജി സാർ അടുത്തുണ്ടോ എന്ന്. അശോകൻ പറയുന്നുണ്ട് അവൻ തിരിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന്. എന്നാൽ ആ കോൺസ്റ്റബിൾ പറയുന്നു ആ മൃതദേഹം മറ്റാരുടെയുമല്ല, അത് റജി സാറിൻ്റെതാണെന്ന്. ഫേസ് അതേപോലെ തന്നെയുണ്ട്. അയാളുടെ വാലറ്റ് എല്ലാം പരിശോധിച്ചപ്പോൾ അത് റജി തന്നെയാണെന്ന് ഉറപ്പായി. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് അശോകനും ആനന്ദും ചോദിക്കുന്നത്. കാരണം ആ മൃതദേഹം കാണുന്ന സമയത്ത് അവിടെ റജി ഉണ്ട്, അത് പരിശോധിക്കുന്ന സമയത്തും അവിടെ റജി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് റജിയുടെ തന്നെ മൃതദേഹമാകുന്നത് എന്നതായിരുന്നു അശോകൻ ചോദിക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും ഒരു ഊഹം കിട്ടിയില്ല. അത് റജി തന്നെയാണെന്ന് അയാളുടെ കയ്യിലെ മോതിരം കണ്ടോടുകൂടി അവർ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയം കാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റജി ആകട്ടെ ഒരു ചതിപ്പിൽ വീഴുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ആനന്ദിനെ അശോകനെ വിളിക്കുകയും ചെയ്യുന്നു. ഒരു സൈഡിൽ നിന്ന് ആനന്ദും അശോകനും റജിയെ രക്ഷിക്കാൻ വരുന്നു. ആ ഒരു സൈഡിലേക്ക് നോക്കിയ റജി ആകട്ടെ ഓപ്പോസിറ്റ് സൈഡിലേക്കും എന്തോ കണ്ടതുപോലെ നോക്കുന്നുണ്ട്. എന്താണെങ്കിലും അപകടത്തിൽപ്പെട്ട റജിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അശോകന്റെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ് കൊണ്ടിട്ട് മുറിയുകയും അയാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് താഴേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴേക്കും ആ കാടിന്റെ ഭാവം മാറാൻ തുടങ്ങി. അവിടെയെല്ലാം ഇരുട്ട് പടർന്നു. അസഹനീയമായ ശബ്ദം കേട്ട് എല്ലാവരും ചെവിപ്പെട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ സൗണ്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത അശോകനാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെറുതെ മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. ആ സൗണ്ടും മണ്ണിൽ വീണ ബ്ലഡും കൂടെ ആയതോടുകൂടി അവിടെ ഒരു ടൈം ലൂപ്പ് സംഭവിക്കുകയാണ്. കണ്ണടച്ച് തുറന്നതും ആനന്ദ് ആ കാലഘട്ടം മാറി മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തി. അതായത് 1960-ലേക്ക്. ആ മദാമ തന്നെ ചതിച്ച തന്റെ ഹസ്ബൻഡായ ആ പയ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു രാത്രിയിലേക്കാണ് ആനന്ദ് എത്തുന്നത്. മദാമയെ കണ്ട് പേടിച്ച് ആനന്ദ് നിൽക്കുമ്പോൾ അയാളുടെ ബാക്കിലായിട്ട് തലയേറ്റ മദാമയുടെ ഹസ്ബൻഡ് ജെയിംസ് എന്ന് പറയുന്ന ആ പയ്യന്റെ മൃതദേഹം നിൽപ്പുണ്ടായിരുന്നു. മദാമ പെട്ടെന്ന് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും ആ ഒരു സൗണ്ട് ഭൂമിയിലേക്ക് വീണ ബ്ലഡും കാരണം വീണ്ടും അവിടെ ടൈം ലൂപ്പ് സംഭവിക്കുകയാണ്. ആനന്ദ് വീണ്ടും മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തി. അവൻ കാടിലൂടെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി അടുത്തിരുന്ന് കരയുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് തന്റെ അനിയനെ കാണാനില്ല, അവൻ കാട്ടിൽ വെച്ച് മിസ്സായി, ഞാൻ അവന്റെ പിറകെ വന്നതാണെന്നും അവൾ പറയുമ്പോൾ അവളോട് അവിടെ തന്നെ ഇരിക്കെ മോളുടെ അനിയനെ ഞാൻ അന്വേഷിക്കാമെന്ന് ആനന്ദ് പറയുന്നു. അങ്ങനെ ഓരോ നിമിഷവും നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആനന്ദ് എത്തിയിരിക്കുന്നത്. 2024 നിന്ന് പെട്ടെന്ന് 1960-ലേക്കും അവിടെ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്കും ആനന്ദ് എറിയപ്പെടുമ്പോൾ ആ കാടിനുള്ളിലെ രഹസ്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ആരാണ്? അവളുടെ അനിയന് എന്തു പറ്റി? 1994 കാണാതായ സ്റ്റീഫൻ ഇപ്പോഴും ആ വാക്കി ടോക്കിലൂടെ സംസാരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാത്തിനും ഉപരിയായി അശോകൻ സാറിന്റെ മൃതദേഹം അവിടെ എങ്ങനെ വന്നു? ഇതിനെല്ലാം പിന്നിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിൽ കാണാൻ പോവുകയാണ്. ആനന്ദിനെ തന്റെ വൈഫിന്റെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? അതോ ആ കാട് അവനെ എന്നേക്കുമായി വിഴുങ്ങുമോ? ഈ സിനിമയുടെ ക്ലൈമാക്സ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ട് 2 വേണമെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ അടുത്ത ഭാഗവുമായി ഉടനെ വരാം. അതുവരെ ബൈ ഫ്രം അക്ബർ.